ഡൽഹി പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ രാഹുൽ ഗാന്ധിയും കണ്ണിന് പെല്ലറ്റ് ഇഞ്ചുറി പരിക്കേറ്റ സഹലും കുത്തിയിരിക്കുന്നു. ഇത് വലിയ ഒരു സംഭവം തന്നെയായിട്ട് തന്നെ രൂപാന്തരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ജൂലൈ 20 ജന്തർ മന്ദിറിൽ വെച്ച് പെല്ലറ്റ് ഇഞ്ചുറി കൊണ്ട് 6-7 പേർക്ക് പരിക്കേറ്റിരുന്നു. സമാധാനപരമായ ഒരു സമരം നടത്തിയവരെ അത് പെല്ലറ്റ് തോക്കുകൊണ്ട് വെടിവെച്ചു. ഇപ്പോൾ സഹൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ കണ്ണിൽ അതുപോലെ ശരീരത്തും പല സ്ഥലത്തും പെല്ലറ്റ് കൊണ്ട് മുറിഞ്ഞു. ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി. കണ്ണിൽ നിന്ന് 3 പെല്ലറ്റ് ഹോസ്പിറ്റലിൽ പുറത്തെടുത്തു. കൂടാതെ 10-12ഓളം പെല്ലറ്റ് ഇഞ്ചുറി പെല്ലറ്റ് ബോഡിയിൽ നിന്നും എടുത്തു. ഇതിനെ സംബന്ധിച്ച് 2-4 പരാതി കൊടുത്തിട്ട് പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാതെ വന്നപ്പം ഇന്ന് 12 മണിക്ക് രാഹുൽ ഗാന്ധിയും പെല്ലറ്റ് ഇഞ്ചുറി കണ്ണിനേറ്റ സഹലും സഹലിൻ്റെ ഉമ്മയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു അഡ്വക്കേറ്റ് ലേഡി അഡ്വക്കേറ്റും പാർലമെൻറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി SHOയെ കണ്ടു. ഈ പെല്ലറ്റ് ഇഞ്ചുറി കൊണ്ട് മുറിവേറ്റയാളുടെ മൊഴി പകർത്തിയ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. അത് ന്യായമാണ്. അതൊരു കോഗ്നിസബിൾ ഒഫൻസ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് കോഗ്നിസബിൾ ഒഫൻസ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ പോലീസ് സ്റ്റേഷനിൽ ഉള്ളവർക്ക് അത് റഫർ ചെയ്ത് കളയാൻ അധികാരമുണ്ടല്ലോ. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ആ പറയുന്ന തെറ്റാണെങ്കിൽ റഫർ ചെയ്ത് കളയാം. പക്ഷേ ഇതുവരെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ആ പെല്ലറ്റ് ഇഞ്ചുറി ഏറ്റ ആ സഹൽ എന്ന ചെറുപ്പക്കാരനും അവരുടെ അമ്മയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റുമായി പോലീസ് സ്റ്റേഷനകത്ത് കുത്തിയിരിക്കുന്നത്. FIR എടുത്ത ശേഷം മാത്രമേ താൻ ഇവിടുന്ന് പിൻവാങ്ങൂ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അവിടുത്തെ ഡൽഹിയിലെ DCP അവിടെ വന്ന് പറഞ്ഞു, മോളിൽ നിന്ന് ഉത്തരവില്ലാതെ ഒരു കേസ് എടുക്കില്ല. ആ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മോളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായം അനുസരിച്ചല്ല കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പ്രാഥമികമായ ഒരു വിവരം പോലും ആ DCPക്കും മറ്റുള്ളവർക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. അത് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെട്ടാൽ കേസെടുക്കാൻ തീരുമാനം എടുക്കേണ്ടത് SHO ആണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അയാളാണ് തീരുമാനിക്കണം കേസ് വേണോ ഇല്ലയോ എന്ന്. മേലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ അഭിപ്രായം അനുസരിച്ചല്ല കേസെടുക്കേണ്ടത്. ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് അത് നിശ്ചയിക്കുന്നത്. അതിനകത്തൊരു കോഗ്നിസൻസ് എടുക്കേണ്ട ഒരു നടപടി ഉണ്ടോ ആ മൊഴി കേൾക്കുമ്പോൾ അയാളാണ് തീരുമാനിക്കുന്നത്. അതിന് പകരം രാഷ്ട്രീയപരമായി ഈ FIRനെ നേരിടാൻ തന്നെയാണ് ഡൽഹിയിലെ DCPയും മറ്റുള്ളവരും തീരുമാനിക്കുന്നെങ്കിൽ അത് കൈവിട്ട കളിയാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യയിലെ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതിപ്പെട്ടാൽ FIR എടുക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ SHOയ്ക്കാണ്. അവരുടെ മേലിലുള്ള DCPയോ DGPയോ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിയോ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിലുള്ള മറ്റ് ഏതെങ്കിലും ഉത്തരവാദപ്പെട്ടവരോ ഒന്നുമല്ല അത് നിശ്ചയിക്കുന്നത്. SHO മാത്രമാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ FIR എടുത്ത ശേഷം മാത്രമേ താൻ വെളിയിൽ പോകൂ എന്ന് പറഞ്ഞു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരും രാഹുൽ ഗാന്ധിയുടെ അടുപ്പമുള്ള സുപ്രീം കോടതിയുടെ ഏറ്റവും മുതിർന്ന ഇന്നത്തെ അഭിഭാഷകൻ സൽമാൻ ഖുർഷിദ്, നല്ല പ്രായമുള്ള ആളാണ്, ഏറ്റവും സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റാണ് സുപ്രീം കോടതിയിൽ. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി. അദ്ദേഹത്തിനെ പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ കയറ്റാതിരിക്കാൻ നോക്കി, വാതിലടച്ചു. പക്ഷേ അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. വളരെ നാളുകൾ പല പ്രാവശ്യം പാർലമെൻറ്റിലെ അദ്ദേഹം MP ആയിട്ടുള്ള വ്യക്തിയാണ്. സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ അഡ്വക്കേറ്റുമാണ്. ഏതായാലും അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനകത്ത് പിന്നീട് കയറ്റുന്നത് കണ്ടു. ഏതായാലും കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിനകത്ത് ഡൽഹിയിലെ DCP ഉൾപ്പെടെയുള്ളവർ തങ്ങളാരും പെല്ലറ്റ് കൊണ്ട് വെടിവെക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവരത് ഒഴിഞ്ഞു. അപ്പോൾ ഒരാൾക്ക് പെല്ലറ്റ് ഇഞ്ചുറി ഉണ്ടായി. ഒരു വധശ്രമം തന്നെയാണത്. കാരണം അറ്റംപ്റ്റ് ടു മർഡർ തന്നെയാണ്, കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു വെടിവെപ്പ്.
അത് കണ്ണിലേക്ക് കയറി അത് നേരെ ബ്രെയിനിൽ ചെന്ന് അപ്പോൾ തന്നെ ആൾ തീർന്നേനെ. എന്തായാലും 3 പെല്ലറ്റ് ആ സഹലെന്ന് പറഞ്ഞ ആ പയ്യൻ്റെ CJPയുടെ പ്രകടന സമയത്ത് ജന്തർ മന്ദിറിൽ സമാധാനപരമായി പ്രകടനം നടത്തിയ സമയത്ത് കണ്ണിലേറ്റു. ശരീരത്തിൽ 10-12 വെടിയുണ്ടകൾ പെല്ലറ്റ് ഇഞ്ചുറി ഏറ്റു. ഏതായാലും ഇപ്പോഴേ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളൊന്നും വലുതായിട്ടൊന്നും മോശമായിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെയും ആളുകൾ CJPയുടെയും പയ്യന്മാരവിടെ പതുക്കെ തടിച്ചുകൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് FIR എടുത്തിട്ട് അതിൻ്റെ കോപ്പി കൊടുത്താലേ അവരവിടുന്ന് പോകും. അതാണ് പോലീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ നടപടിയിലേക്ക് വരുന്നില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ അവിടുത്തെ കമ്മീഷണറെയും ഒക്കെ വിട്ടിൽ വീഴ്ത്തുന്ന ഒരു നടപടി തന്നെയാണ്. കേസെടുത്തേ പറ്റുള്ളൂ. സുപ്രീം കോടതിയും അതിനൊരു കമ്മീഷൻ, റിട്ടയർഡ് ജഡ്ജിൻ്റെ മേൽനോട്ടത്തിലൊരു കമ്മീഷൻ ഈ സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാനായിട്ട് നിയമിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്, അത് നിയമിക്കട്ടെ. പക്ഷേ ഇത് വ്യത്യസ്തമായ കാര്യമാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, അത് പെല്ലറ്റ് കൊണ്ടാണ്, അത് പോലീസ് വെടിവെച്ചല്ല എന്ന് പോലീസും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആളെ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് FIR-ലെടുത്തേ പറ്റുള്ളൂ. അറ്റംപ്റ്റ് മർഡറുമാണ്. അതുകൊണ്ട് ഇതിന് ബുദ്ധിപൂർവമായ ഒരു തീരുമാനം ഡൽഹി പോലീസ് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. FIR ഇടാതെ പോകില്ല എന്ന് രാഹുൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ FIR-ൻ്റെ കോപ്പി വേണം, അല്ലെങ്കിൽ പോകില്ല. സമാധാനപരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. പതുക്കെ അവിടെ കോൺഗ്രസിൻ്റെ ജയറാം രമേശും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. ഏതായാലും എത്രയും പെട്ടെന്ന് മൊഴി പകർത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക. അതിനകത്ത് പ്രതി ആരാണെന്ന് ചിലപ്പം പറയേണ്ട ആവശ്യമില്ല. അത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഡൽഹി പോലീസിനാണ്, പ്രത്യേകിച്ചും പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്കാണ്. അതുകൊണ്ട് ഇനി അധികം താമസിക്കാതെ തന്നെ ഇതിനൊരു FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് ഡൽഹി പോലീസ് നീങ്ങുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം വളരെ ഗുരുതരമാകും. ഏതായാലും FIR എടുക്കാതെ, അതൊരു കോഗ്നിസബിൾ ഒഫൻസ് അല്ലേ, അതിലൊരു FIR എടുക്കുന്നതിന് എന്താ ഇത്ര തടസ്സം? അതിനകത്ത് രാഷ്ട്രീയപരമായ ഒത്തിരി പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും ശരി, ഇതൊരു കോഗ്നിസബിൾ എടുക്കാവുന്ന കുറ്റമാണ്, കോഗ്നിസബിൾ ഒഫൻസാണ്. അതുകൊണ്ട് കേസ് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ത്രിശങ്കു സ്വർഗത്തിലാണ് പോലീസ് എന്ന് പറയുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. RAF ആണ് ഈ പെല്ലറ്റ് ഇഞ്ചുറി കൊണ്ട് മുറിവുണ്ടാക്കിയത്, പെല്ലറ്റ് കൊണ്ട് മുറിവുണ്ടാക്കിയത്. CRPയുടെ ഒരു വിങ്ങാണ് RAF. അവർ വെടിവെച്ചിട്ടില്ല, അല്ല CRPക്കാർ വെടിവെച്ചിട്ടില്ല എന്ന് പറയുന്നെങ്കിലും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പെല്ലറ്റ് ഈ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ കണ്ടുപിടിക്കേണ്ട പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് RAFനെതിരായിട്ട് അല്ല, ആരാണ് ഈ പെല്ലറ്റ് കൊണ്ട് വെടിയുതിർത്തത്, അത് പോലീസ് ഫയറിംഗ് അല്ല, പോലീസ് അങ്ങനെ ഒരു കമാൻഡ് കൊടുത്തിട്ടില്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്നല്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൾപ്രിറ്റിനെ, ഈ പ്രതിയെ കണ്ടെത്തിയേ കഴിയൂ. അതുകൊണ്ട് FIR എത്രയും പെട്ടെന്ന് എടുത്ത് അതിൻ്റെ കോപ്പി ആ കണ്ണിന് പരിക്കേറ്റ സഹലിനും കൊടുക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു.